ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈ ദേ മോപ്പസാങ്ങിന്റെ ദി ട്രിപ്പ് ഓഫ് ലേ ഹോല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. +1 ഇംഗ്ലീഷിലെ ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലെ നരേഷനിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നരേഷൻ ആൻഡ് ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ദി ട്രിപ്പ് ഓഫ് ലേ ഹോല ബൈ ആരാണ്? ഗൈ ദേ മോപ്പസാങ്. നേരെ നോക്കാം. നറേഷൻ ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ദി നറേറ്റർ റിസീവ്ഡ് എ ടെലിഗ്രാം. ഇവിടെ നറേറ്റർ എന്ന് പറയുന്നത് ആരാണ്? മോപ്പസാങ്ങിനാണ് നറേറ്റർ എന്ന് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദി നറേറ്റർ റിസീവ്ഡ് എ ടെലിഗ്രാം. ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എന്താണ് ടെലിഗ്രാം ആപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത്. ടെലിഗ്രാം എന്ന് പറഞ്ഞ ഇവിടെ മീൻ ചെയ്യുന്നത് ലെറ്റർ ആണ്, മെസ്സേജ് ആണ് കേട്ടോ. Okay, the narrator received a telegram inviting him to join a balloon trip. അപ്പോൾ എന്താണ് നറേറ്റർക്ക് എന്താണ് ഒരു ടെലഗ്രാം, ഒരു ലെറ്റർ കിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു ബലൂൺ ട്രിപ്പിന് എന്താണ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ കിട്ടാണ്. ആൻഡ് ഹി ഹെഡഡ് ടു ദ ഗ്യാസ് വർക്ക് ടു മീറ്റ് ദ അതേഴ്സ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഓക്കെ പോവാന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവാണ്. ഹി സോ ദ ബലൂൺ ലേ ഹോല. അപ്പോൾ എന്താണ് ഇതൊരു ഹോട്ട് എയർ ബലൂണിൽ എന്താണ് ഒരു ട്രിപ്പ് പോണ ഒരു എന്താണ് ഒരു സ്റ്റോറിയാണ്. ഹോട്ട് എയർ ബലൂൺ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഹോട്ട് എയർ ബലൂണിന്റെ പേരാണെന്ത്? ലേ ഹോല എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബലൂണിന്റെ പേരാണ്. ഹോട്ട് എയർ ബലൂണിന്റെ പേരാണ് ലേ ഹോല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്താണ് ട്രിപ്പ് പോകാൻ വേണ്ടി ഇവർ എന്താണ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്ന ഡേറ്റ് ആയി. അപ്പോൾ അങ്ങോട്ട് ആരാണ്? നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള മോപ്പസാങ് വരാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്? There he saw the balloon. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബലൂണിനെ കാണാണ്. ബലൂണിന്റെ പേരാണ് ലേ ഹോല എന്ന് പറയുന്നത് ബലൂണിന്റെ പേരാണ്. Being filled with gas from ലാവിലെറ്റ്. അപ്പോൾ ലാവിലെറ്റിൽ വെച്ച് എന്താണ് ഗ്യാസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. While waiting for the balloon to get ready, the passengers had dinner together. അപ്പോൾ എന്താണ് ബലൂണിൽ എന്താണ് ആ ഗ്യാസ് ഒക്കെ നിറച്ച് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പാസഞ്ചേഴ്സ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്, ഡിന്നർ കഴിക്കുകയാണ്. ബാക്കി നോക്കാം. The group consisted of Captain Jarvis, Lieutenant Mallet, Monsieur Beer and Monsieur Besson. Monsieur എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? മിസ്റ്റർ എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. മിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ പറയണം. മൊസിയർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ മീൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ആൻഡ് നറേറ്റർ. അപ്പൊ ആരൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ? ആരൊക്കെ ഉണ്ട്? ക്യാപ്റ്റൻ ജോവിസ്, അതായത് ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ജോവിസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ആണ്. പിന്നെ ലെഫ്റ്റനന്റ് മാലറ്റ്, മൊസിയർ ബിയർ ആൻഡ് മൊസിയർ ബെസൻ ആൻഡ് ദ നറേറ്റർ മോപ്പസാങ്. However, one passenger had to get out because the basket was too heavy for the long trip. പിന്നെ പറയുന്ന കാര്യമാണ് എന്താ? അതിന് ഒരു പാസഞ്ചർക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം എന്താണ്? അതൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബാസ്ക്കറ്റിൽ എന്താണ് അത്രയും പേരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരാൾക്ക് ഇറങ്ങേണ്ടി വന്നു. ഹെവി ആയതുകൊണ്ട് ഒരാൾക്ക് ഇറങ്ങേണ്ടി വന്നു. Once everything was set, Captain Jarvis cut the ropes and the balloon soared into the air. പിന്നെ പറയുന്ന കാര്യമാണ് എന്ത്? ആ ഒരു എല്ലാം സെറ്റ് ആയതിനു ശേഷം ക്യാപ്റ്റൻ ജോവിസ് എന്നാണ് ആ ഒരു റോപ്പ് കട്ട് ചെയ്തു. ആ ഒരു ബലൂൺ എന്താണ് ആ ഒരു എയറിലോട്ട് സോർട്ട് കുതിക്കാൻ തുടങ്ങി. ഓക്കെ, as they rose, Paris looked like a small dark patch below them. അപ്പൊ എന്താണ് അവര് മുകളിലോട്ട് റൈസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് മുകളിലോട്ട് ഉയർന്നപ്പോ എന്താണ് കാണാൻ പറ്റുന്നത്? അതായത് എന്താ ആ ഒരു പാരീസ് ഒരു ചെറിയൊരു ഡാർക്ക് പാച്ച് പോലെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി നോക്കാം. ആൻഡ് ദേ കുഡ് ഹിയർ ഓൾ ദ സൗണ്ട്സ് ഫ്രം ദ ഗ്രൗണ്ട് ഇൻക്ലൂഡിംഗ് വീൽസ്, ഡോഗ്സ് ആൻഡ് ചിൽഡ്രൻ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ എന്താണ് മുകളിലോട്ട് എന്താണ് ഉയരത്തിൽ എന്താണ് പറക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലെയിനിലൊക്കെ പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് അതിന്റെ സൗണ്ട്, പുറത്തുള്ള സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഈ ബലൂണിലായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തിന്റെ സൗണ്ട്സ് ആണ് കേൾക്കുന്നത്? വീൽസ്, ഡോഗ്സ് ആൻഡ് ചിൽഡ്രൻ, ഇവരൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ടു കൺട്രോൾ ദ ബലൂൺസ് ഹൈറ്റ് they threw small handful of sand overboard. അപ്പൊ എന്താണ് അവരുടെ കയ്യിൽ നിന്നാണ് ആ ഒരു ബലൂണിന്റെ എന്താണ് ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു സാൻഡ്, മണ്ണിന്റെ ചെറിയ എന്താണ് കുഞ്ഞു എന്താണ് കുറച്ച് ഇതുണ്ടാവും, പാക്കേജ് ഉണ്ടാവും, അത് അടിയിലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, as night fell, they floated peacefully. അപ്പോൾ രാത്രി ആയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇങ്ങനെ പറന്നു വരാനായിട്ട് സാധിച്ചു. Taking in the smells of the soil including hay and flowers. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടുത്തെ ആ ഒരു ഇന്ന് ഭയങ്കര ഫ്ലവേഴ്സിന്റെ അങ്ങനെ പലതരത്തിലുള്ള സ്മെല്ലുകൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി നോക്കാം. To control balloon's height, they throw small handful of sand. Okay, അത് പറഞ്ഞതാണ്. As they rose higher, about 2,300 meters, they found themselves above the cloud. അവർക്ക് എന്താണ് ഏകദേശം 2,300 മീറ്റേഴ്സ് മുകളിലോട്ട് ആയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവർ ഏകദേശം ക്ലൗഡ്സിന്റെ ഒപ്പാണ്, മേഘങ്ങൾക്കൊപ്പാണ് അവരെന്ന് അവർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. With the moon rising in the distance. അവർക്ക് എന്താണ് അവർക്കും എന്താണ് മൂണും ചന്ദ്രനും തമ്മിൽ എന്താണ് കുറച്ച് വ്യത്യാസം മാത്രമേ തോന്നിയുള്ളൂ എന്നാണ് പറയുന്നത്. They felt like they were alone in space. അവർക്ക് എന്തായിട്ട് തോന്നി? സ്പേസിൽ അവർ മാത്രമേ ഉള്ളൂ, അവർ ഒറ്റയ്ക്കാണ്, അവർ എലോൺ ആണെന്ന് അവർക്ക് തോന്നി. Floating in a world of their own. അവർ എന്താണ് അവരുടേതായ ലോകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫ്ലോട്ടിങ്, ഓക്കെ, ഒഴുകി നടക്കാൻ തുടങ്ങി. But their peaceful journey was short lived. പക്ഷെ അവർ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജേർണി എന്താണ് കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. As the balloon suddenly started descending rapidly. പെട്ടെന്ന്
എന്താണ് ബലൂൺ എന്താണ് അടിയിലോട്ട് വരാൻ തുടങ്ങി. ഡിസെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ് അടിയിലോട്ട് പെട്ടെന്ന് വരാൻ തുടങ്ങി. They saw the ground rushing past and their balloon shadow racing over the fields. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ഭയങ്കരമായിട്ട് അടിയിലോട്ട് പോകുന്നത് പോലെ അവർ ആ ഒരു ബലൂണിന്റെ ഷാഡോ എന്താണ് അടിയിൽ ആ ഒരു ഫീൽഡിൽ കാണുന്ന പോലെയും അവർക്ക് എന്താണ് അവരങ്ങനെ കണ്ടു. ഫീൽഡിൽ നിന്നാണ് ആ ഒരു ബലൂണിന്റെ ഷാഡോ അവർ കണ്ടു. ബാക്കി നോക്കാം. റിയലൈസിംഗ് they were moving fast and being chased by a storm, they knew they had to act quickly. അപ്പൊ എന്താണ് അവർക്ക് എന്ത് മനസ്സിലായി, അവർ പെട്ടെന്ന് തന്നെ എന്താണ് അടിയിലോട്ട് പോവാണ്, അവരെന്താണ് ഒരു സ്ട്രോം അവർ ചേസ് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പെട്ടെന്ന് ആക്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ബോധം അവർക്ക് വന്നു. At dawn, they spotted in the sea and they knew had to land immediately. Okay, അപ്പോൾ ഏകദേശം എന്താണ് പ്രഭാതം ഒക്കെ എന്താണ് പ്രഭാതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഏകദേശം നേരം വെളുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്താണ് they spotted the sea and they knew they had to land immediately. കടൽ കണ്ടു, അടിയിൽ കടൽ കണ്ടപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി, അവർക്ക് എന്തായാലും ലാൻഡ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി. ക്യാപ്റ്റൻ ജോബിസ് ഓവർ M. Mallet എന്നാണ് നിങ്ങൾക്ക് അറിയാലോ, M. Mallet to pull the escape valve rope and the balloon dropped like an arrow and they cut the anchor which dragged and caught in field and the basket hit ground, bounced and finally settled. അപ്പൊ എന്താണ് നമ്മുടെ ക്യാപ്റ്റൻ ജോബിസ് എന്താണ് മാൽറ്റിന് എന്ത് കൊടുത്തു, ഓർഡർ കൊടുത്തു. എന്താണ് ഓർഡർ കൊടുത്തത്, എസ്കേപ്പ് ദ വാൽവ് ഡ്രോപ്പ്. അപ്പൊ എന്താണ് ആ ഒരു എസ്കേപ്പ് ദ വാൽവ് ഡ്രോപ്പ്, ഒരു വാൽവ് ഡ്രോപ്പ് ഉണ്ടാവും, അത് പുൾ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദെൻ ദ ബലൂൺ ഡ്രോപ്പ്ഡ് ലൈക്ക് ആൻ ആരോ. അപ്പൊ എന്താണ് ആ ഒരു ബലൂൺ എന്താണ് ഒരു ആരോ പോലെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. They cut the anchor which dragged and caught in the field and the basket hit the ground. അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ബാസ്ക്കറ്റ് എന്താണ് ചെയ്തത്, പൂർത്തീകരിച്ചു, ആ ഒരു ബാസ്ക്കറ്റ് അടിയിൽ വന്ന് പതിച്ചു. And finally settled, they had landed at Hees, Belgium at 3:15 AM. ഏകദേശം 3:15 എന്താണ് ബെൽജിയത്തിലുള്ള ഹീസിൽ എന്താണ് അവര് ലാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. Having traveled from Paris, France to Belgium in just one night. അപ്പോൾ അവർ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാരീസിൽ നിന്ന് എന്താണ് ഫ്രാൻസിലേക്കും അതേപോലെ തന്നെ ബെൽജിയത്തിലേക്കും എന്താണ് ഒരൊറ്റ നൈറ്റ് കൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് എത്താൻ സാധിച്ചു. They had witnessed a breathtaking sunset, moonrise and sunrise. പിന്നെ പറയുന്ന കാര്യം അവർക്ക് എന്താണ് ഒരു സൺസെറ്റ് കാണാൻ പറ്റി, മൂൺറൈസ് കാണാൻ പറ്റി, അതുപോലെ തന്നെ സൺറൈസും കാണാൻ പറ്റി. ഓൾ ഫ്രം ദ സ്കൈ, എല്ലാം എവിടെ നിന്നാണ് കാണാൻ പറ്റിയത്, സ്കൈയിൽ നിന്നിട്ടാണ് കാണാൻ പറ്റിയത്. മേക്കിംഗ് ദെയർ ജേർണി ആൻഡ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. ആ ഒരു ജേർണി എന്താണ് അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രാഫ്റ്റ് എ ലൈവ് TV റിപ്പോർട്ട് ഓഫ് ലേ ഹോലാസ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫിന്റെ സമയത്തുള്ള ഒരു TV റിപ്പോർട്ട് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ടുഡേ ഈസ് മച്ച് awaited day, July 8, and the hot air balloon Lehola is all set to take off from Lavalette. അപ്പോൾ എന്താണ് TV ലൈവ് എന്ന് പറയുമ്പോൾ എന്താണ് ലൈവ് ആയിട്ട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യം തന്നെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഡേ. കാരണം ആ ഒരു ഡേയുടെ പ്രത്യേകത എന്താണ്, നമ്മളുടെ ആ ഒരു July 8 ആണ് ഡേ ആയിട്ട് പറയുന്നത്. July 8 and the hot air balloon Lehola is all set to take off Lavalette. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഹോല എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബലൂൺ എന്താണ് എല്ലാം ശരിയായി എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുക, ലാവിലെറ്റിൽ നിന്ന് ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുകയാണ്. വി ആർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പൊ എന്താണ് ലൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയണം. ഞങ്ങളിപ്പോ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ബിഗ് യെല്ലോ കേക്ക്. അതിന് എന്തുപോലെയാണ് ഇരിക്കണേന്ന് പറയുന്നത്, ഒരു യെല്ലോ കേക്ക് പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്ലോലി ഫില്ലിംഗ് അപ്പ് വിത്ത് ഗ്യാസ് ആൻഡ് മൂവിംഗ് അറൌണ്ട് ലൈക്ക് എ ഹ്യൂജ് വർം. പിന്നെ എന്താ പറയുന്നത്, അതിലെന്താണ് ഗ്യാസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് സറൗണ്ടഡ് ബൈ 100 of excited people all eager to see it lift off. The passengers have finished their dinner at the canteen and are getting into the basket. അപ്പൊ എന്താണ് അവിടെ ഏകദേശം എന്തോരം ആൾക്കാരുണ്ട്, ഏകദേശം എന്താണ് 100-ൽ പരം ആൾക്കാർ എന്ത് സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയാണ്, അത് പറന്നു പോകുന്നത് കാണാനായിട്ട് സറൗണ്ട് ചെയ്ത ആൾക്കാർ നിൽക്കുകയാണ്. അതിലുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവർ നേരെ ഈ ഒരു സാധനം ടേക്ക് ഓഫ് ചെയ്യുമെന്നാണ് പറയുന്നത്. Captain Jarvis is leading the group. അപ്പോൾ ആരാണ് ഇത്, ജോവിസ് ആണ് ഈ ഒരു ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത്. Accompanied by Lieutenant Mallet. അപ്പോൾ ആരൊക്കെയാണ്, Lieutenant Mallet, പിന്നെ പറയാണത് Etterbeer and Paul Besson and the Patrice Harris. They are all chatting and seem to be in high spirits. അപ്പോൾ എന്താണ് അതിലുള്ള ആൾക്കാരുടെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്പിരിറ്റിൽ നിന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഓക്കെ, ബാക്കി നോക്കാം. But wait, what's happened? നോക്കാം. But wait, something happened. Patrice Harris is getting out of the basket. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറയുന്ന ഒരാൾ ബാസ്ക്കറ്റിൽ ഇറങ്ങി എന്ന് പറഞ്ഞിരുന്നു. ആളുടെ പേരാണ് ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ.
It's look like the balloon is too heavy and he is being asked to stay behind. അപ്പോൾ അതിന്റെ കാരണമാണ് പറയുന്നത് എന്ത്, ആ ഒരു ബലൂൺ ഭയങ്കര ഹെവി ആയതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിനോട് പുറത്തിറങ്ങാനായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു എന്ന് പറയാണ്. He is looking disappointed as he walks away. His adventure dream is being to put on hold. അപ്പോൾ എന്താണ്, അദ്ദേഹം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം നടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രീം എന്താണ്, അഡ്വഞ്ചർ ഡ്രീം എന്നാണ്, കുറച്ച് ഹോൾഡ് ചെയ്ത് വെക്കണം എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. The crew is getting ready to lift off. അപ്പൊ എന്താണ്, ആ ഒരു ക്രൂ മൊത്തം എന്താണ്, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ക്യാപ്റ്റൻ ജോബിസ് ഈസ് ആസ്കിങ് പീപ്പിൾ ടു മൂവ് ബാക്ക്. അപ്പൊ ജോബിസ് എന്താണ് പറയുന്നത്, അവരോടുള്ള കൂടി നിൽക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും മാറി നിൽക്കാനായിട്ട് നമ്മുടെ ജോയ്സ് പറയുന്നുണ്ട്. ദേ ആർ വാർണിംഗ് ദ ലേഡീസ് ടു കീപ് ദ ഹെയർ ഹാറ്റ്സ് ഓൺ ആസ് സാൻഡ് വിൽ ബി ത്രോൺ ഔട്ട് ടു ഹെൽപ്പ് ദ ബലൂൺസ് റൈസ്. അപ്പൊ പറയുന്ന കാര്യമാണ്, ലേഡീസിന്റെ അടുത്ത് വാർണിംഗ് കൊടുക്കുന്നുണ്ട്, എന്താ പറയുക, ഹാറ്റ് എന്താണ് കറക്റ്റ് ആയിട്ട് പിടിച്ചു വെച്ചോളൂ, ആസ് സാൻഡ് വിൽ ബി ത്രോൺ ഔട്ട് ടു ഹെൽപ്പ് ദ ബലൂൺ റൈസ്. അപ്പൊ എന്താണ് അടിയിലോട്ട് എന്താണ് നമ്മള് എന്താണ് സാൻഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, മണ്ണിടും, അതുകൊണ്ട് എന്താണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദേ ആർ കട്ടിങ് ദ റോപ്സ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ലൈവ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അവരെന്താണ്, അവരെന്ത് ചെയ്യാൻ പോകുന്നു, അത് കട്ട് ചെയ്യാൻ പോകുന്നു, അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെഹോല ഈസ് ടേക്കിംഗ് ഓഫ്. ലാസ്റ്റ് പറയാണെന്ത്, ലെഹോല എന്താണ് ടേക്കിംഗ് ഓഫ്, റൈസിങ് ഇൻ ടു ദ എയർ ലൈക്ക് എ ബേർഡ്. എന്താണ് ആ ഒരു എയറിൽ എന്താണ് ഒരു ബേർഡിനെ പോലെ എന്താണ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദ ക്രൂ ഈസ് ഷിയറിംഗ് ആൻഡ് ദ ബലൂൺ ഈസ് ഗെറ്റിംഗ് ഹയർ ആൻഡ് ഹയർ. അപ്പൊ എന്താണ് ക്രൂ മൊത്തം ഒച്ചെടുത്തോണ്ടിരിക്കുകയാണ്, ബലൂൺ എന്താണ് ഭയങ്കര ഉയരത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്യാരിങ് ഇറ്റ്സ് പാസഞ്ചേഴ്സ് അബൌട്ട് ദ സിറ്റി ഓഫ് പാരീസ്. അപ്പൊ എന്താണ് അതിലുള്ള പാസഞ്ചേഴ്സിന് മൊത്തം എന്താണ് പാരീസിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൾ ത്രിൽഡ് ഫോർ ദം ആൻഡ് വി വിഷ് ദം എ ഫാന്റാസ്റ്റിക് ജേർണി. ലാസ്റ്റ് പറയാണെന്ത്, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ത്രിൽഡ് ആയി നിൽക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും അവർക്കൊരു ഫാന്റാസ്റ്റിക് ജേർണി തന്നെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു TV റിപ്പോർട്ട് അവസാനിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലൈവ് TV റിപ്പോർട്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കാര്യം കഴിഞ്ഞിട്ട് എഴുതുന്ന കാര്യമാണ്, അപ്പൊ അത് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. പക്ഷെ ഇത് ഇനി വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, പക്ഷെ മിക്കതും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണ് കഴിഞ്ഞ കാര്യമാണ് വരാ. പക്ഷേ TV റിപ്പോർട്ടിന് എന്താണ്, ലൈവ് TV റിപ്പോർട്ടിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം നടക്കുന്ന പോലെ പ്രസന്റ് ടെൻസിലാണ് എന്ത് ചെയ്തേണ്ടത്, അത് എന്താണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും TV റിപ്പോർട്ടും തമ്മിലുള്ള എന്താണ് ഡിഫറൻസുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, ചാപ്റ്റർ നറേഷൻ പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക്, ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരുപാട് പേജസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ചാപ്റ്ററിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു നറേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, ആ നറേഷൻ പറഞ്ഞു. പിന്നെ ഇത് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്ത്, ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. അപ്പൊ അതും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടിയിൽ കമന്റ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.